Welcome to Maima's cooking class. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ല മസാലയിൽ പൊതിഞ്ഞ് ഡ്രൈ ആക്കി എടുക്കുന്ന ഒരു മട്ടൻ്റെ ഡിഷാണ് മട്ടൻ ചുക്ക. മട്ടൻ ചുക്ക എന്നും മട്ടൻ സുക്ക എന്നും ഒക്കെ പറയും. നമുക്കിത് കണ്ടു നോക്കാം. ഇവിടെ ഞാൻ എടുത്തേക്കുന്ന 500 grams മട്ടനാണ്. ചെറിയ പീസസ് ആയിട്ട് ചോപ്പ് ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് ആദ്യം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പ്രഷർ കുക്കറിലേക്ക് ഓയിൽ 2 tablespoon, നല്ലെണ്ണയോ വെളിച്ചെണ്ണയൊക്കെ യൂസ് ചെയ്യാം. തമിഴ്നാട്ടിലൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ഡിഷാണ് സുക്ക. അപ്പോൾ ഇത് നല്ലെണ്ണയിലും ജിഞ്ചിലി ഓയിൽ അതിലൊക്കെ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. കോക്കനട്ട് ഓയിൽ ആയാലും മതി. ഓയിൽ നന്നായിട്ട് ചൂടാകുമ്പോൾ മീറ്റിൻ്റെ പീസസ് അതിനകത്തേക്ക് ആഡ് ചെയ്യാം. അതിനൊപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾ, ഒരു പച്ചമുളക്, കുറച്ച് കറി ലീവ്സ് ഇതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പം ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ മീറ്റ് നല്ല ജ്യൂസി ആയിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഒരു ഹൈ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. അതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിക്കുക. 1/2 കപ്പ് വെള്ളം. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പ്രഷർ കുക്ക് ചെയ്യാം. ഞാൻ യൂഷ്വലി ഒരു 5 വിസിലാണ് കണക്ക്. ഓരോ മട്ടൻ്റെ വേവ് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് മസാല ഡ്രൈ റോസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് ഇപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ട് മസാലകളെല്ലാം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ചൂടായ പാനിലേക്ക് 4 ടീസ്പൂൺ കൊറിയാൻഡർ സീഡ്സ്, 1 ടീസ്പൂൺ ഫെനൽ പെരുംജീരകം, 1/2 ടീസ്പൂൺ ക്യുമിൻ സീഡ്സ് ജീരകം, സാദാ ജീരകം, 2 ടീസ്പൂൺ കുരുമുളക്, ഞാൻ എടുത്തേക്കുന്നത് 2 കാശ്മീരി ചില്ലി, 2 സാധാരണ മുളക്, വളരെ ചെറിയ കഷ്ണം പട്ട, 1 ഏലയ്ക്ക, 3 ഗ്രാമ്പു. ചെറിയ ഫ്ലെയിമിൽ കിടന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. നല്ലൊരു മണം വരണം. സ്പൈസസ് മൂത്ത നല്ലൊരു മണം വന്നു. ഞാനിപ്പോൾ ഓഫ് ചെയ്യുകയാണ്. പൊട്ടിത്തുടങ്ങാനും തുടങ്ങി. ജീരകമൊക്കെ പൊട്ടിത്തുടങ്ങുന്ന ശബ്ദം കേൾക്കാം. അപ്പം എപ്പോഴും ഇത് ശ്രദ്ധിക്കേണ്ട, ഓവറായിട്ട് ഹീറ്റ് ചെയ്താൽ ടേസ്റ്റ് മാറും. ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇത് അത്യാവശ്യം കൂളായി. നമുക്കിതൊരു മിക്സി ജാറിലിട്ട് നന്നായിട്ട് പൗഡർ ചെയ്തെടുക്കാം. മസാല സുക്കയുടെ മസാല റെഡി. ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് കുറച്ച് അണിയൻസും എല്ലാം ഒന്ന് സോട്ട് ചെയ്തെടുക്കാനായിട്ടുണ്ട്. അതിനായിട്ട് വേറെ ഒരു പാൻ ഹീറ്റ് ചെയ്യുക. കുറച്ച് ഓയിൽ. നമ്മൾ 2 tablespoon ഓയിൽ ചേർത്തു. നമ്മൾ മട്ടൺ കുക്ക് ചെയ്ത് വരുമ്പോൾ അതിൽ നിന്ന് നന്നായിട്ട് ഓയിൽ ഉണ്ടാവും. ഇതൊരു ഡ്രൈ ഫ്രൈ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ഓയിൽ വേണം. നമ്മൾ 2 tablespoon ചേർത്തു. എണ്ണ നന്നായിട്ട് ചൂടായി. ഇതിനകത്തേക്ക് ചുവന്നുള്ളി. ഞാൻ എടുത്തേക്കുന്ന 3/4 കപ്പ് ചുവന്നുള്ളിയാണ്. ഇത് 2ആയിട്ട് കീറിയിട്ടിട്ടേ ഉള്ളൂ. കുറച്ച് കറി ലീവ്സ് കൂടി ആഡ് ചെയ്യാം.
ലൈറ്റ് ബ്രൗൺ കളറാകുന്ന വരെ സോട്ടേ ചെയ്യാം. പിഞ്ച് ഓഫ് സോൾട്ട് ആഡ് ചെയ്യുക. നമ്മൾ മട്ടൺ കുക്ക് ചെയ്തപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ടു. കൂടാതെ അണിയൻസിലേക്കും കുറച്ച് സോൾട്ട്. ചുവന്നുള്ളി നന്നായിട്ട് മൂത്തു, നല്ല ബ്രൗൺ കളറായി, നല്ലൊരു മണമായി. ഈ സമയത്ത് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത്, പേസ്റ്റ് അല്ല, നന്നായിട്ട് ക്രഷ് ചെയ്തിട്ടുണ്ട്, രണ്ടും 1 ടീസ്പൂൺ ഈച്ചാണ് എടുത്തേക്കുന്നത്. അതിനകത്തേക്ക് 2 ചില്ലിയും കൂടെ ആഡ് ചെയ്യാം. എരിവ് നോക്കിയിട്ട്, ഇച്ചിരി എരിവുള്ള മുളകായിട്ട് ഞാൻ 2 പീസേ ആഡ് ചെയ്യുന്നുള്ളൂ. മുളക് 2ആയിട്ട് കീറി ഇട്ടേക്കുന്നു. ഈ സ്റ്റേജിലാണ് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന മട്ടൺ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. മട്ടണിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ആ സ്റ്റോക്ക് കൂടെ ചേർത്ത് വേണം ഇതിനകത്തേക്ക് ഒഴിക്കാൻ. അതിനൊപ്പം തന്നെ നമ്മൾ പൗഡർ ചെയ്ത് വെച്ചേക്കുന്ന മസാല അത് ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇതിടുമ്പോഴാണ് ഇതിന് ഭയങ്കര ഒരു ചേഞ്ച് വരും, നല്ലൊരു ഫ്ലേവർ വരും. മസാല മീറ്റിൽ നന്നായിട്ട് പൊതിഞ്ഞ് വരണം. അപ്പം അതിന് വേണ്ടിയിട്ട് തീ ഒന്ന് കൂട്ടി, ഒത്തിരി വാട്ടർ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ തീ കൂട്ടി വെച്ച് കുക്ക് ചെയ്യുക, അല്ലെങ്കിൽ ചെറിയ ഫ്ലെയിമിൽ കിടന്ന് പതുക്കെ മസാല പിടിക്കണം, അതുവരെ കുക്ക് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പും പെപ്പറിൻ്റെ കണ്ടൻറ്റൊക്കെ നോക്കുക, ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കുക. എനിക്ക് ഇച്ചിരി ഉപ്പിൻ്റെ കുറവ് തോന്നി, കുറച്ച് കൂടെ ചേർക്കുക. ഇത് ഓൾമോസ്റ്റ് ഡ്രൈ ആയി. ലാസ്റ്റ് ഞാൻ കുറച്ച് റിസർവ് ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് പെപ്പർ പൗഡർ, ഇത് ഓപ്ഷനിലാണ്, എരിവ് നോക്കിയിട്ട് ചേർത്താൽ മതി. കുറച്ച് കറി ലീവ്സും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം. ഇപ്പം മട്ടൺ ചുക്ക നമ്മുടെ റെഡിയായി. ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടാലേ അറിയാം, നല്ല സ്പൈസി, നല്ല മസാല ഇങ്ങനെ കോട്ട് ചെയ്ത് മട്ടൺ പീസസാണ്, നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ മട്ടൺ സുക്ക അല്ലെങ്കിൽ ചുക്ക റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ പ്ലെയിൻ റൈസ് കേർഡൊക്കെ നല്ല കോമ്പിനേഷനാണ്. ചപ്പാത്തിയുടെ കൂടെയും റോട്ടിയുടെ കൂടെയൊക്കെ പറാട്ടാസിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്യുക. ഇതേപോലെ നല്ല റെസിപ്പീസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. താങ്ക് യു.